നക്ഷത്രങ്ങളുടെ ആലാപന മികവ് കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കി മുന്നേറുന്ന ടെൻഡർ റൈംസ് അതിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നിതാ നമ്മോട് കൂടെ പാടാൻ 4 പുതിയ കൂട്ടുകാർ. ഇന്നത്തെ ഈ എപ്പിസോഡിന് നല്ലൊരു തുടക്കം കുറിക്കാം. ആദ്യമായി വേദിയിലെത്തുന്നു അന്ന സെബാസ്റ്റ്യൻ. അന്നക്കുട്ടി, എന്തോ സുഖാണോ? അതെ. അൽഫോൻസാമയുടെ കുഞ്ഞിലത്തെ പേരെന്താണെന്നറിയാവോ? അന്നാന്നല്ലേ? അൽഫോൻസാമയായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? അൽഫോൻസാമ നന്നായിട്ട് പ്രാർത്ഥിക്കും, അതേപോലെ തന്നെ ഞാനും നന്നായിട്ട്. അന്നക്കുട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും, അൽഫോൻസാമനെ പോലെ തന്നെ അല്ലേ? അതെ. ഭാവിയിൽ ഒരു വിശുദ്ധയാകാൻ വല്ല പ്ലാനും ഉണ്ടോ? ഉണ്ട്. പാട്ടുപാടിയൊരു വിശുദ്ധയാകണം അല്ലേ? ഓക്കെ. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അപ്പ, ഗ്രാൻഡ് പേരൻസ്, അനിയത്തി, എല്ലാരും ഉണ്ടല്ലേ? മോളുടെ വീട്ടുകാരൊക്കെ പാട്ട് പാടുവോ? എല്ലാരും നന്നായിട്ട് പാടും അല്ലേ? മോൾ അതിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് പാടുന്നത് അല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയ സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയത്? നമുക്ക് നന്നായിട്ട് പാടാൻ ശ്രമിക്കണ്ടേ? ഓൾ ദി ബെസ്റ്റ്. ടെൻഡർ റൈംസ് എന്ന സംഗീത വിരുന്നിലേക്ക് അടുത്തതായി കടന്നു വരുന്നത് തെരേസ ജോസഫ്. തെരേസ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. മോൾ ഏത് ഇടവകയിൽ നിന്നാ വരുന്നത്? പാലൂർക്കാവ്. മോളുടെ ഇടവക മധ്യസ്ഥനാരാ? വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാൾ ഏത് മാസത്തിലാ ആചരിക്കുന്നതെന്നറിയോ? ഏപ്രിൽ മാസം. ഓക്കെ. ഇപ്പൊ മോക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് അന്ന രാജേഷ്. അന്ന, ഏത് സ്കൂളിലാ മോള് പഠിക്കുന്നത്? ഞാൻ സെന്റ് ആന്റണീസ് ആനക്കൽ. എത്രയിലാ പഠിക്കുന്നേ? 7. മോളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികൾ ആരാ? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ പേരൻസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് മോക്ക് പേരൻസിനെ വളരെയധികം സ്വാധീനിക്കാൻ കാരണം? എനിക്ക് എൻ്റെ കഴിവ് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. 2ാം ക്ലാസ് മുതൽ എൻ്റെ പേരൻസാണ് എൻ്റെ കഴിവ് അറിഞ്ഞത്. അവരെന്നെ പാട്ട് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ ഈ നിലയിലെത്തിയത്. പേരൻസ് മോക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും നൽകുന്നുണ്ടല്ലേ? ഇത്രയും വലിയൊരു അവസരത്തിൽ നിൽക്കുമ്പോൾ പേരൻസിനോടല്ലേ വെരി വെരി താങ്ക്സ് പറയേണ്ടത്? തീർച്ചയായിട്ടും അതെ. ഇപ്പം അന്നയുടെ പേരൻസിന് ഒരുപാട് നന്ദി പറയുന്നു അല്ലേ? ഓക്കെ. മോക്ക് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? ടീച്ചറാവുക, നല്ല ടീച്ചർ, പാട്ട് നന്നായിട്ട് പാടുക, ഉള്ള കഴിവുകളെല്ലാം നന്നായിട്ട് ദൈവം തന്ന കഴിവുകളെയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇപ്പൊ കൂട്ടുകാരുടെ കൂടെ പോയി ഇരിക്കുക. ടെൻഡർ റൈംസിന്റെ ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് അന്ന ജോസഫ്. അന്ന, മോളുടെ ഇടവക ഏതാ? മേരുകുളം. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പ, അമ്മ, അച്ചാച്ചൻ, അമ്മച്ചി, ചേട്ടൻ, ചേച്ചി. ഒത്തിരി പേരുണ്ട്. എല്ലാരും പാട്ട് പാടുവോ? ചേട്ടനും ചേച്ചിയും. മോള് പള്ളി കൊയറി പാടാറുണ്ടോ? പാടുന്നുണ്ടല്ലേ? ചേട്ടായി ഓർഗൻ വായിക്കോ? അപ്പൊ നിങ്ങൾ കുടുംബക്കാരാണ് പള്ളിയിൽ ലീഡ് ചെയ്യുന്നത്. ഓക്കെ. മോള് എത്ര വർഷമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട്? 1 വർഷം ആകുന്നു. 1 വർഷം. ആരുടെ അടുത്താ പാട്ട് പഠിക്കുന്നത്? തങ്കച്ചൻ സാറിന്റെ അടുത്താണല്ലേ? പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചു. ഇപ്പൊ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് നന്നായിട്ട് പാടണ്ടേ? മോളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ? സാന്ദ്ര ഐശ്വര്യ. സാന്ദ്ര ഐശ്വര്യ മോളെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? പാട്ടിന്റെ കറക്ഷൻസ് ഒക്കെ തരാറുണ്ട്. മോക്ക് സമ്മാനമൊക്കെ കിട്ടുമ്പോൾ അവരെന്ത് പറയും? നല്ല പ്രോത്സാഹനങ്ങൾ തരാറുണ്ടല്ലേ? അപ്പൊ മോക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. 4 കൊച്ചു കൂട്ടുകാരുടെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കടന്നു വരുന്നത് അന്ന സെബാസ്റ്റ്യൻ. അന്നക്കുട്ടി, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്? പപ്പയും മമ്മിയൊക്കെ അല്ലേ? മോക്ക് എന്തുകൊണ്ട് ഈ പാട്ട് ഏറ്റവും ഇഷ്ടമാകാനുള്ള കാരണം? ഈ വർഷം എൻ്റെ ആദ്യ കുർബാനയായിരുന്നു, അതുകൊണ്ട് ദൈവത്തിനായി സമർപ്പിക്കുന്നത്. ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് മോളിത് പാടാൻ പോകുന്നത് അല്ലേ? അപ്പൊ വളരെ നല്ല രീതിയിൽ പാടുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
പാടാൻ കടന്നു വരുന്നത് തെരേസ. തെരേസ, ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നത്? സ്നേഹത്തുപാല് കൊണ്ട് തുടയ്ക്കാം. ഈ പാട്ട് മോക്ക് സെലക്ട് ചെയ്ത് തന്നത് ആരാ? പപ്പ. പപ്പയാണല്ലേ. പപ്പ പാട്ട് പാടുവോ? എന്തുകൊണ്ടാ മോള് പാട്ട് സെലക്ട് ചെയ്തേ? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലേ. അപ്പൊ മോക്ക് നല്ല രീതിയിൽ ഈ പാട്ട് പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്.
ഇനി നമ്മോടൊപ്പം പാടാൻ കടന്നു വരുന്നത് അന്ന രാകേഷ്. അന്ന, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ നാദാ നിന്നെ കാണുന്ന പാട്ടാ പാടുന്നു. വളരെ മനോഹരമായ കേട്ടാലും കേട്ടാലും മതി വരാത്ത ഗാനമാണ്. ആരാ മോക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്? ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു ഈ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ അവർക്കും അത് താല്പര്യമായിരുന്നു. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? നല്ല കോൺഫിഡന്റ് ആണോ? അതെ അല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടാൻ മോക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നിന്നെ കാണാം നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാം നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി ജീവിതം ദിവ്യമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. കൈകൾ തളരുമ്പോൾ കാൽകളിടരുമ്പോൾ ഏകാന്തകാന്തരാകുമ്പോൾ. കൈകൾ തളരുമ്പോൾ കാൽകളിടരുമ്പോൾ ഏകാന്തകാന്തരാകുമ്പോൾ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങളുടെ നീടാം നിന്നറിവാലി ഞങ്ങൾ ലക്ഷ്യം നേടിടാം. നിൻ സാന്നിധ്യത്താൽ ഞങ്ങളുടെ നീടാം നിന്നറിവാലി ഞങ്ങൾ ലക്ഷ്യം നേടിടാം. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവിതം ദിവ്യമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാഥാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ.
ഒരാളും കൂടി നമ്മോടൊപ്പം പാടാൻ കാത്തിരിക്കുന്നു. അന്ന ജോസഫിനെ നമുക്ക് വിളിക്കാം. അന്ന മോളെ, ഏത് പാട്ടാണ് ഇന്ന് പാടുന്നത്? നിണതാറ് തൂങ്ങുന്ന മോക്ക് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്? ചേച്ചി. ചേച്ചി നന്നായിട്ട് പാട്ട് പാടുമോ? പാടുമല്ലേ? എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം മൂലമാണല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാടാൻ അന്നയ്ക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.
ജെൻഡർ വൈബ്സ് എന്ന സംഗീത വിസ്മയത്തിന്റെ മറ്റൊരു മനോഹര എപ്പിസോഡും കൂടി ഇവിടെ പൂർണ്ണമാകുമ്പോൾ 4 കൊച്ചുമിടുക്കികളുടെ മനോഹരമായ ഗാനങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. ഇനിയും വരും ആഴ്ചകളിൽ കൂടുതൽ മികച്ച ഗാനങ്ങളും അവതരണങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരേക്കും I am Emilda George signing out. ഈശോ